ഇനി നമുക്ക് എങ്ങനെയാണ് ലീഡ് കോഡ് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ടോപ്പ് ടെക് കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യുക, ഇതെങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുക, ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താ ലീഡ് കോഡിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ലീഡ് കോഡിലേക്ക് നമ്മൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോം പേജാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം ബേസിക്കലി ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലീഡ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 2577 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലീഡ് കോഡിലുണ്ട്. ഓക്കെ, ഞാൻ തന്നെ അറൗണ്ട് 400 ക്വസ്റ്റ്യൻസ് ഇതുവരെ സോൾവ് ചെയ്തിട്ടുള്ളൂ. അത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 150-200 ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോഴത്തേനും നമ്മളിതിൽ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഇതിൽ ആപ്റ്റായി മാറും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈനാണ് ഞാനിപ്പം തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ലീഡ് കോഡ് യൂസ് ചെയ്തിട്ട് ശരിക്കും ഗുണമുണ്ടോ, ഇത് വെച്ചിട്ടാണോ ശരിക്കും കമ്പനീസൊക്കെ ഹയർ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പം കാണുന്ന എല്ലാ ടോപ്പ് കമ്പനീസും ഇപ്പോൾ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ് അഥവാ ഗൂഗിൾ, ആമസോൺ ഇങ്ങനെ തുടങ്ങി ഫേസ്ബുക്കും ടെസ്ലയും ഒറാക്കിളും അഡോബെ, SAP, സൂം, പേപാൽ, എയർബിൻ, ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ കമ്പനീസ് ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ക്രെഡ്, അറ്റ്ലാസിയൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ കമ്പനീസൊക്കെ ഈ ലീഡ് കോഡ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് കോഡിംഗ് റൗണ്ടിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പല റൗണ്ടുകളുണ്ടാവും. ഇപ്പം കോഡിംഗ് റൗണ്ട് ഉണ്ടാവും, സിസ്റ്റം ഡിസൈൻ ഉണ്ടാവും, മാനേജറിയൽ റൗണ്ടൊക്കെ ഉണ്ടാവും. ഇതിൽ ഞാൻ പറഞ്ഞ കോഡിംഗ് റൗണ്ടിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഇപ്പം ഗൂഗിളിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 4 റൗണ്ടും കോഡിംഗ് റൗണ്ടാണ്. അപ്പോൾ ഈ 4 റൗണ്ടിലും ചോദിക്കുന്നത് അറൗണ്ട് 6 തൊട്ടിട്ട് 8 ക്വസ്റ്റ്യൻസ്, അതും ലീഡ് കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗൂഗിളിൽ ചോദിക്കുക. ഇതേപോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളത്. അതിലെ 4 ടെക്നിക്കൽ റൗണ്ടും കംപ്ലീറ്റ്ലി ഈ ലീഡ് കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ ടെക് കമ്പനീസിലും ലീഡ് കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഈ പ്രോബ്ലംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി എല്ലാവരും വിചാരിക്കും ഓക്കെ നമ്മൾ എന്നാൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, അങ്ങനെ പോകാമെന്ന്. ശരിക്കും ഇതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഫസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിൽ മേലെ സ്ക്രോൾ ചെയ്ത് എവിടെ കാണും ടോപ്പ് 100 ലൈക്ഡ് ക്വസ്റ്റ്യൻ. ഈ ടോപ്പ് 100 ലൈറ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്ത് തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ് കോഡ് എന്താണ്, ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഡിഫിക്കൽട്ടി ആദ്യം നമ്മൾ സോർട്ട് ചെയ്തിട്ട് ആദ്യം കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, എന്നിട്ട് പിന്നെ മീഡിയം ക്വസ്റ്റ്യൻ. ഹാർഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആരും സ്റ്റാർട്ടേഴ്സ് ആരും ടച്ച് ചെയ്യാനേ പോകണ്ട. അപ്പം ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് സോൾവ്, അപ്പോൾ ഒരു 3-4 ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ 1-2 മീഡിയം ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. അപ്പം ബേസിക്കലി ഇത് പഠിക്കാനല്ല ഇപ്പം ഈ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞത്, ഇത് ജസ്റ്റ് ഈ പ്ലാറ്റ്ഫോം എന്താണ്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സമ്മിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സൈഡിൽ എക്സാമ്പിൾസ് എന്താ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇവിടെ ക്രൈറ്റീരിയ നോക്കുക. അപ്പോൾ ഇത് എത്രത്തോളം വലിയ ഇൻപുട്ടാണ്, ഇതൊക്കെ നോക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ ഈ സൈഡിൽ നിങ്ങൾ കോഡ് ചെയ്ത് തുടങ്ങുക. കോഡ് ചെയ്തിട്ട് പിന്നെ അത് ടെസ്റ്റ് ചെയ്യുക, റൺ ചെയ്യുക, അതൊക്കെ നോക്കുക. അങ്ങനെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 40 മിനിറ്റ് ഇതിൽ സ്പെൻഡ് ചെയ്യുക. അതിലേറെ സ്പെൻഡ് ചെയ്ത് ഒരു 40 മിനിറ്റിന് മേലെ ഇതിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ലെങ്കിൽ ഇവർ എഡിറ്റോറിയലോ അല്ലെങ്കിൽ സൊല്യൂഷൻസോ, എഡിറ്റോറിയൽ പ്രീമിയമാണ്, അപ്പോൾ സൊല്യൂഷൻസ് കയറിയിട്ട് സൊല്യൂഷൻ വായിച്ചു നോക്കുക. അപ്പം ഈ സൊല്യൂഷനിൽ തന്നെ ലീഡ് കോഡിൻ്റെ ഒഫീഷ്യൽ സൊല്യൂഷൻ ഉണ്ടാവും, പിന്നെ വേറെയുള്ള പലരും ആഡ് ചെയ്ത സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പല മെത്തേഡും നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജുള്ള സൊല്യൂഷൻ, അപ്പം പല രീതിയിൽ പല സൊല്യൂഷനും ഇതിൽ കാണാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഓപ്പൺ ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ തന്നെ ഈ യൂസർ പറഞ്ഞിട്ട് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്താണ്, ഒപ്റ്റിമൈസ്ഡ് എന്താണെന്നൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സൊല്യൂഷൻ പേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല അപ്രോച്ചുകളെയും കുറിച്ച് പഠിക്കാൻ പറ്റും. പലരും എങ്ങനെയാണ് അത് എങ്ങനെ ചിന്തിച്ചിട്ടാണ് എങ്ങനെയാണ് സോൾവ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള പലൊരു ഐഡിയാസും കിട്ടും. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ ടോപ്പ് 100 ക്വസ്റ്റ്യൻസ് സോൾവ് നോക്കുക. അത് ഈ 100 ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ട് അതിങ്ങനെ ഈസി, മീഡിയം എന്നുള്ള രീതിയിൽ സോർട്ട് ചെയ്തിട്ട് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനർ അല്ല, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു കാറ്റഗറി ഉണ്ട് ഇവിടെ, ടോപ്പ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടോപ്പ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 145ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതും ഇതുപോലെ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. അപ്പം ഇനി പറയാനുള്ളത്
നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് വെറുതെ ഇരുന്ന് സോൾവ് ചെയ്താൽ പോരാ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. ഇനി ഇതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്തോണം, ഏതെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഓർഡറിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ടോപ്പിക്സ് ഉണ്ടാക്കുക. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു എക്സൽ ഷീറ്റ് ഇടുന്നുണ്ട്. അതിൽ ഞാൻ ഉണ്ടാക്കുന്ന ടോപ്പിക്സും ഇതിനെക്കുറിച്ചൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന എക്സൽ ഷീറ്റ്. അപ്പോൾ ഇത് ബ്ലൈൻഡ് 75 ലിസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു 75-76 ക്വസ്റ്റ്യൻസ്, അതായത് എല്ലാ ടോപ്പിക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അത്യാവശ്യം എല്ലാ പാറ്റേണും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വേറെ ഷീറ്റിൽ ടോപ്പിക്സ് പറഞ്ഞിട്ട്, അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മളെ ഡാറ്റ സ്ട്രക്ചർ ടോപ്പിക്സ്. അരേസും ഹാഷിംഗ്, 2 പോയിൻ്റർ, സ്ലൈഡിംഗ് വിൻഡോ, അങ്ങനെ ഈ ടോപ്പിക്സ് ഒക്കെയാണ് കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റാൻഡംലി LeetCode നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് സോൾവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ഇതിലുള്ള ടോപ്പിക്സ് എടുക്കുക. അപ്പം അരേ ആൻഡ് ഹാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ പോയി നമുക്ക് ഇവിടെ, അപ്പം ഇതിൽ നമുക്കിപ്പം ഇവിടെ ടോപ്പ് ടാഗ്സിൽ പോയി നമുക്ക് ടോപ്പിക് എടുക്കാറുണ്ട്. അപ്പോൾ അരേ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അരേന് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇവിടെ ലിസ്റ്റിൽ പോയിട്ട് ഞങ്ങൾ ടോപ്പ് 100 ലൈക്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിലുള്ള അരേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആദ്യം സോൾവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അരേ എന്നുള്ള ടോപ്പിക്കിലുള്ള കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് മനസ്സിലാവും. പിന്നെ നമ്മൾ മീഡിയം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഇതിലെല്ലതും സോൾവ് ചെയ്യേണ്ട ഒരു 4-5 ക്വസ്റ്റ്യൻസ് എടുത്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഈ അക്സെപ്റ്റൻസ് റേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല അക്സെപ്റ്റൻസ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ സുഖമായിക്കാരും, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി ആയിക്കാരം ആ ക്വസ്റ്റ്യന്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് നമ്മളിവിടെ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ്, ഈ ഡാറ്റ സ്ട്രക്ചറാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് അറിയാനുള്ള ഒരു പാറ്റേൺ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ടോപ്പിക്സ് കവർ. അപ്പം ഇങ്ങനെ അരേസ്, 2 പോയിൻ്റർ, സ്ലൈഡിംഗ് വിൻഡോ. ഇപ്പോൾ ഈ സ്ലൈഡിംഗ് വിൻഡോ, 2 പോയിൻ്റർ, ഇതൊക്കെ ഈ അരേൻ്റെ ഒരു സബ്സെറ്റായിട്ട് തന്നെ വരും. പിന്നെ സ്റ്റാക്ക്, അപ്പോൾ സ്റ്റാക്ക് എവിടെ യൂസ് ചെയ്യണം, എന്തിന് യൂസ് ചെയ്യണം, ബൈനറി സെർച്ച്, ലിങ്ക് ലിസ്റ്റ്, ട്രീസ്, ഹീപ്പ് അല്ലെങ്കിൽ പ്രയോറിറ്റിക്ക് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഇൻ്റർവെൽസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്ക് ട്രാക്കിങ്ങിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ വൺ ഡൈമെൻഷണൽ ഡൈനാമിക് പ്രോഗ്രാമിങ്ങും 2 ഡൈമെൻഷണൽ ഡൈനാമിക് പ്രോഗ്രാം, പിന്നെ ഗ്രാഫ്സും അഡ്വാൻസ്ഡ് ഗ്രാഫ്സും ഉണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ഗ്രാഫ്സിലൊക്കെ മാക്സിമം നമ്മൾ യൂണിയൻ ഫൈൻഡ്, അൽഗോരിതം അങ്ങനത്തെ ഒക്കെ ഓരോന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രീഡി, ട്രൈസ് പറഞ്ഞാൽ നമുക്ക് ആൽഫബറ്റിക്കലി സെർച്ച് ചെയ്യാനും അങ്ങനത്തെ ഉള്ള ഓരോന്നിനും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് മാത്തമാറ്റിക്സ് ആൻഡ് ബിറ്റ് മാനിപ്പുലേഷൻ, അതായത് ഇത് ബേസിക്കലി ആൽഗോരിതം അല്ല, ഇതെങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ വാല്യൂസിനെ മാത്തമാറ്റിക്കൽ ഫോർമുലയും അല്ലെങ്കിൽ ബിറ്റ് മാനിപ്പുലേഷൻ യൂസ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്സാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്സ് നല്ല സ്ട്രോങ് ആയി ഫണ്ടമെൻറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ തന്നെ ഒരു മൂന്നാമത്തെ ഷീറ്റായിട്ട് ഞാൻ LeetCode പാറ്റേൺസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേൺസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുന്നത്, അപ്പം ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അതിൽ തന്നിരിക്കുന്ന അരേ സോർട്ടഡ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് ചെയ്താൽ മതി. ഒന്നുകിൽ ബൈനറി സെർച്ച് അല്ലെങ്കിൽ 2 പോയിൻ്റർ, ഈ ഭാഗം അപ്രോച്ച് ഒക്കെ ചെയ്യേണ്ടി വരിക. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് സബ്സെറ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബാക്ക് ട്രാക്കിങ്ങുള്ള അപ്രോച്ച് യൂസ് ചെയ്യണം. ട്രീ ഗ്രാഫൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്നാണ്. ലിങ്ക് ലിസ്റ്റ് മോസ്റ്റ്ലി 2 പോയിൻ്റേഴ്സ് അല്ലെങ്കിൽ പോയിൻ്റർ മാനിപ്പുലേഷനാണ് മോസ്റ്റ്ലി ലിങ്ക് ലിസ്റ്റിലൊക്കെ. റിക്കേഷൻ ചെയ്യുക, പക്ഷേ അതിൽ റിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സ്റ്റാക്ക് യൂസ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ മെമ്മറി യൂസ് ചെയ്യാതെ എങ്ങനെ അരേസിലെ വാല്യൂ ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയാൽ അത് ഇൻ പ്ലേസ് സൊല്യൂഷനാണ് ചെയ്യേണ്ടത്. പിന്നെ മാക്സിമം, മിനിമം, സബ് അരേ, സബ്സെറ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. ടോപ്പ് അല്ലെങ്കിൽ ലീസ്റ്റ് കെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹീപ്പ്, ക്വിക്ക് സെലക്ട് ഇങ്ങനത്തത്. പിന്നെ കോമൺ സ്ട്രിങ്സിൻ്റെ ഒക്കെ വരുന്നത്, കോമൺ സ്ട്രിങ്സ് ഞാൻ പറഞ്ഞില്ല, ഡിക്ഷണറി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ മാപ്പ് അല്ലെങ്കിൽ ട്രൈ ആണ്. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ ഹാഷ് മാപ്പും ഹാഷ് സെറ്റ്, പിന്നെ സോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നടത്തുന്ന കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പാറ്റേൺസാണ് യൂഷ്വലി ഉണ്ടാവുക LeetCodeലുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഈ സെയിം പാറ്റേണിൽ തന്നെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ്റെ ഒരു 90% കവർ ആവും. ഓക്കെ, സോ ഈ ടോപ്പിക്സ് എല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടുന്നുണ്ട്. ഈ ടോപ്പിക്സ് എല്ലാവരും ഫോളോ ചെയ്യുക, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ പ്ലേലിസ്റ്റും ഓരോ ടോപ്പിക്കിനും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലൈൻഡ് 75 ക്വസ്റ്റ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഈ 75 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ഇൻ്റർവ്യൂവിൽ വരാൻ ചാൻസുള്ള 90% ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്തായാലും ഇതിൽ കവേർഡ് ചെയ്യിക്കാരും, അല്ലെങ്കിൽ 99% കവേർഡ് ചെയ്യിക്കാരും. എക്സെപ്റ്റ് നിങ്ങളിപ്പം
എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലാണ്, നിങ്ങൾ ഗൂഗിളൊക്കെ പോലത്തെ വലിയ കമ്പനിക്ക് ഇൻ്റർവ്യൂ എടുക്കുകയാണ്, അപ്പം ഡിഫിക്കൽട്ടി ലെവൽ ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ പെടാത്ത പാറ്റേൺസിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അല്ലാഞ്ഞാലുള്ള 90% എല്ലാവർക്കും ഇതിൽ പെടുന്ന ഒരു പാറ്റേൺസിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇതന്നെ ഞാൻ ഓൾറെഡി കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അരേ, ബൈനറി, ഡി പി, ഗ്രാഫ്, ഇൻ്റർവൽ, ലിങ്ക് ലിസ്റ്റ്, മെട്രിക്സ്, സ്ട്രിങ്, ട്രീ, ഹീപ്പ് എല്ലാതും ഞാൻ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോട്ട്സും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ആ സൊല്യൂഷന് യൂസ് ചെയ്യേണ്ട ചില ട്രിക്സ് എന്താണെന്നുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ചില വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി പ്ലേലിസ്റ്റിൽ ഇടുന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് ഉടനെ ചെയ്യുന്നേക്കാരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ LeetCode സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഗോ ത്രൂ ചെയ്യാം. നമ്മൾ ആദ്യം LeetCode കയറിയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ഓപ്പൺ ചെയ്യുക. പ്രോബ്ലംസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് 100 ലൈക്ഡ് ക്വസ്റ്റ്യൻസിൽ പോയിട്ട് അതിൽ ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ ഈസി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ടോപ്പിക്ക് വൈസ് നമ്മളത് എടുക്കുക. അപ്പം അരയാണ് ആദ്യം സോൾവ് ചെയ്യുന്ന അരയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ അരയല്ല നിങ്ങൾ ഹാഷ് ടേബിളാണ് സോൾവ് ചെയ്യാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ഹാഷ് ടേബിൾസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ പോവുക. ഇനി പേഴ്സണലി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെക്കുക. ഓക്കെ, ഈ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ എക്സൽ ഷീറ്റില്ലേ, അതേപോലെ നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ്റെ പേര്, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ യൂസ് ചെയ്ത ടെക്നിക്സ് എന്താണ്, ഇപ്പോൾ ഹാഷ് മാപ്പ് ആണോ, സ്ലൈഡിങ് വിൻഡോ, അല്ലെങ്കിൽ പ്രീഫിക്സോ, ഇങ്ങനത്തെ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ മനസ്സിലായത്, അതായത് ഏത് രീതിയിൽ എന്ത് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, അതിനെക്കുറിച്ച് കുറച്ച് ഇമേജ് വരയ്ക്കണമെങ്കിൽ വരച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾക്കത് ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് പിക്ചറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോട്ട് ബുള്ളറ്റ് പോയിൻറ്റോ എങ്ങനെ ചെയ്തിട്ട് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പം ഇനി വേറെ എപ്പോഴെങ്കിലും നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ നോക്കുമ്പം ഈ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം മാക്സിമം സബ് ആര്, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ പ്രീഫിക്സ് സമ്മാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും LeetCodeൽ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈ നോട്ട്സ് എടുത്തിട്ട് പെട്ടെന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ ബ്രെയിനിൽ അത് പെട്ടെന്ന് ക്യാപ്ചർ ആവും. അപ്പോൾ ആ ടെക്നിക്ക് യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് അതിൽ മാക്സിമം എഴുതി തന്നെ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്, അതിൽ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്, അതിൽ എന്ത് ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് ഉണ്ടായത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചില ക്വസ്റ്റ്യൻ നമുക്ക് ഭയങ്കര ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ ചെയ്യേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാക്കി, അപ്പോൾ ഒപ്റ്റിമലിലേക്ക് ചിന്തിക്കാൻ എന്ത് വേ ഓഫ് തിങ്കിങ് ആണ് നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലായത്, അതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റത്തെ ഒരു 30-40 ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യുമ്പോഴുള്ള നിങ്ങളും ഒരു 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യുന്ന നിങ്ങളുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിക്കാരും. അപ്പം നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ വീണ്ടും നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നല്ല നല്ല മെത്തേഡ്സ് അല്ലെങ്കിൽ ഐഡിയാസൊക്കെ കിട്ടുന്നതേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പേപ്പറും പെന്നും എപ്പോഴും കയ്യിൽ വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, അല്ലാതെ വെറുതെ LeetCode കയറിയിട്ട് അതിൽ കുറേ കോഡ് ചെയ്തിട്ട് ആ പ്രോബ്ലം സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കോഡിൽ വേറെ ആരെങ്കിലും കോഡ് യൂസ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുന്നതിൽ ഒരു പോയിൻ്റ് ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു എങ്ങനെയാണ് LeetCode സോൾവ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ കൂടുതൽ വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലൈൻഡ് 75ൻ്റെ സീരീസാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നേക്കാരും പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠനം റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും കമൻറ്റിലിടുക. ഞാൻ മാക്സിമം ആൻസർ ചെയ്യുന്നേക്കാരും പിന്നെ വല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നേക്കാരും.